അപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോസ് ഡിബൂസ് കൊണ്ടുവരും. അപ്പൊ ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇതൊന്നും ഇവിടെ പണി ഉണ്ടേന്ന് ബെൽറ്റ് വാർപ്പപ്പോൾ അവർ എഴുതി വെച്ചാൽ തോന്നുന്നു, അറിയില്ല. ഒരാൾക്ക് പിന്നെ ഒരാളിനോട് വെച്ചിന് ബെൽറ്റ് തറക്ക് ബെൽറ്റ് ഇടാൻ തറ പാൻറ് ഇട്ടിട്ട് തോന്നുന്നു. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്, പാൻറ് ഇട്ടിക്കണോ നിങ്ങൾ തന്നെ പറയും. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തായി തറപ്പണി എന്ന്. അതാണ് വീഡിയോ ഇട്ടത്. അപ്പം ബാക്കിയുള്ളതൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യുക. അപ്പോൾ വെറുതെ നമ്മൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ്. സ്കൂൾ വിട്ട് വണ്ടി അവിടെ നിർത്തിയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയത്. ഇന്ന് അവിടെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ പണിക്കാരൊക്കെ പോയി. ഞാനും നമ്മളരുന്നില്ലേക്കന്മാരോ ബാക്കിയായി. അമ്മ അവിടെ നല്ല സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാണെന്ന് പറയണം. അപ്പം ഇനി ഇഷ്ടം ഞാൻ അത് പോയി കഴിക്കട്ടെ. ഇനി അല്ലാതെ ഇതുമ്പോൾ ചാരിയുണ്ടെങ്കിൽ കായ്ക്കാനായിരുന്നില്ലേക്കുമാരെ ഉണ്ടാവില്ല. ഒച്ച നെയ്യാം ഇഷ്ടട്ടാ. ഒരു സാധനം കാണിച്ചേട്ടാ. എയ്സോ 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 ജൗടെ എയ്സോ എയ്സോ അതൊക്കെ അവിടെ വെച്ചിട്ട് കുടുങ്ങി. അതാ അത് നേരെ അത് പിടിക്കേ. ഒരവ്വ എന്നാണ് ഒരവ്വ ഉണ്ടാ ചെരുപ്പിട്ടിക്കണ ആരെ ചെരുപ്പിട്ടെന്നത് ആരെ ചെരുപ്പിട്ടെന്നത് ഒരു മുട്ടായി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതൊരു ബിസ്ക്കറ്റ്, ഗുഡ്ഡേൻ്റെ ബിസ്ക്കറ്റാണ്. ഈ സംഭവം 50-50 കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാണ്. നമുക്ക് വിചാരിച്ചാ അതാ ഒന്നാമല്ല. ഒരു ചതി പറ്റി സുഹൃത്തുക്കളെ, ഉമ്മ എന്നോട് ഞാൻ ചോദിച്ചു എന്താ സ്നാക്സ് എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് കട്ട്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു, കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോൾ ഉള്ള ചതി മനസ്സിലായത് എല്ലാം റെഡിയാക്കിക്കണ്, പൊരിക്കാൻ തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡിയാക്കിയല്ലോ, പൊരിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എണ്ണയിലിടാം, പൊരിക്കാം, വറുത്തെടുക്കാം, എന്നിട്ട് അങ്ങോട്ട് അടിക്കാം. ഇങ്ങനെ തുടങ്ങല്ലേ. അപ്പോൾ പോരി ഫസ്റ്റ് ഒരു കട്ട്ലേറ്റ് എടുക്കുക, ചൂടുള്ള എണ്ണയെ കണ്ട് വെക്കുക. ഞാനെന്താണ് ഈ കളർ തട്ടത്തിൽ നിന്നാവും. ഞാൻ വന്ന് ചെറിയ പാട് തട്ട് ഉരിയോടെ വെച്ചിരുന്നു, അതിപ്പം അത് ഇരുമ്പാട്ടാളില്ലേ. അപ്പോൾ ഇത് പൊരിക്കാനുള്ള കാര്യം എനിക്കും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ തട്ടം പോയി. അപ്പോൾ വേറെ തട്ടെടുത്ത് വന്നേ ഞാൻ. ഇന്ന് നിങ്ങളുടെ ലഞ്ച് ബോക്സ് കണ്ടിട്ടില്ലല്ലോ. ലഞ്ച് ബോക്സ് കുറച്ച് ഷോക്കാണ്. പിന്നെ അതും വീഡിയോ എടുക്കുകയെന്ന്, പക്ഷേ നമുക്ക് സമയം കിട്ടിയില്ല. ഞാനിന്ന് എണീച്ചപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ എല്ലാം ഇടിപിടി ചെറുപടിച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്ന് ദോശയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വന്നപാട് ഇന്ന് പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ കറിയൊക്കെ കഴിഞ്ഞിരുന്നു. ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. പൊറാട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൊറാട്ട വെറുതെ തിന്നാൻ സുഖമായില്ലോ. അപ്പം പറഞ്ഞ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഒരു ചിന്തയിൽ വന്നത്. ഇവിടെ എത്തിയപ്പോൾ പൊരിക്കാനുള്ള കാര്യം ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും പൊരിച്ച് കഴിക്കാം. നമ്മൾ ലാസ്റ്റായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് നോമ്പിനാണല്ലോ ഈ കടികൾക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ദോശ മരിക്കണ ചട്ടക്കേറ്റ് വന്നതുകൊണ്ടാണ് ഇത്ര റിസ്ക്. കുറച്ച് നേരം വീഡിയോ ഓഫായിരുന്നു. ഉമ്മാൻ്റെ ചീത്ത കേട്ടു. സാരില്ല, ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. നമ്മളെ ചട്ടക്ക് ഇവിടെ റെഡി ആയിട്ട് ചെയ്യാം.
നല്ല വിശപ്പുണ്ട്. വിശന്ന് ആകെ ആശ്ചര്യമായിരിക്കുകയാണ്. ടാറ്റ. ഇനി ഇത് തിന്നുമ്പോൾ കാണാം. ഫസ്റ്റ് ട്രിപ്പുകളൊക്കെ സെറ്റായിപ്പോവും. അവരൊക്കെ നമുക്ക് കോരി ഇത് പോരുന്ന ആളറിഞ്ഞിരിക്കണം തോന്നുന്നു. ഞാൻ എന്താ കോമഡി ഇത്ര? നമ്മള് കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ആയിക്കണം. ചൂടുണ്ട് കേട്ടാ, വലിയ ചൂടൊന്നുമില്ല, അവർക്ക് കുടിക്കാൻ ചൂടുന്നാലും. അപ്പം നമുക്ക് ഇതിന് കഴിക്കാനുള്ള ഇതാണ്. ചായ ഉണ്ടാക്കിയ ചായക്കൊക്കെ നമ്മൾ വൈകുന്നേരം അങ്ങനെ ചായ കുടിക്കലില്ല, അതുകൊണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചായക്ക് തീർന്നു പോയി. അപ്പോൾ രണ്ടാമട്ടം ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി സെറ്റാക്കി വെക്കട്ടെ. എന്നിട്ട് ചായയായിട്ട് ഉമ്മ വഴിയേ വരും. കട്ട്ലേറ്റ് ഇനി കഴിക്കാം. വിശന്നിട്ട് അന്തോ ഇല്ല കൊണ്ടുപോയി. ടേസ്റ്റ് ഉണ്ടാ? എനിക്കിഷ്ടായി. ഇനി ഞാൻ കഴിച്ചോക്കട്ടെ. കേട്ടാ, അടിപൊളി. ഇതിപ്പോ എന്താ കഥ? നിങ്ങളിപ്പോ എന്താ എടുത്തിക്കണേ? ഇതിപ്പോ എന്താ കഥ? പുതിയ പുതിയ വീഡിയോസ് ദിവസം കൊണ്ടുവരും. അപ്പൊ പഠിച്ചല്ലോ, പഠിച്ചാ എഴുതാൻ പിന്നെ ഒരു കാര്യമുണ്ട്. എന്ത് കൊടുത്തവർക്ക് ഇഷ്ടപ്പെട്ടാലും അപ്പൊ ലൈക്കാണ്. അപ്പം പറയും.